ആലപ്പുഴ പേജിൽ നിന്ന് വരുവാണ്. ഒരു ചെറിയൊരു ചോദ്യം, ഉത്തരം പറഞ്ഞാൽ 500 rupees തരും. പേരെങ്ങനെ? ആദിത്യ. അതുൽ. അടുപ്പിച്ചിരിക്കാവാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഉണ്ടല്ലോ, പൂച്ചയെ ആരാധിക്കുന്ന രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? രാജ്യത്തിന്റെ പേര് ഗസ്റ്റ് അടിക്ക്. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പേര് ഗസ്റ്റ് അടിക്ക്. ജർമ്മനിയോ? അല്ല. നെതർലാൻഡോ? അതുമല്ല. പോളാന്ന്. അത് രണ്ടുമല്ല. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ ആലപ്പിക്കുതിൻ പറഞ്ഞ ചാനൽ വേണം. ആലപ്പിക്കുതിൻ ഇൻസ്റ്റാഗ്രാം പേജ് ആലപ്പിക്കുതിൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഉത്തരം പറയണം 500 rupees തരും. നമ്മുടെ പൂച്ചയില്ലേ, പൂച്ചകൾ മ്യാവും. പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? അറിയത്തില്ല. നേപ്പാളാണെന്ന് തോന്നുന്നു. എന്റെ പേര് ശിവപ്രകാശ്. നടക്കില്ല. ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാ, ജിക്കാണ്. ഉത്തരം പറഞ്ഞ 500 rupees ഓൺ ദ സ്പോട്ട് ഞാൻ തരും. ഓക്കെ, പേരെങ്ങനെ? മേഘ. എവിടെ സ്ഥലം? എവിടെ? മാവേലിക്കര. ഇവിടെ അടുത്താണ്. ഓക്കെ, പേരെങ്ങനെ? ബിൻസി. എന്നോട് ബിൻസിക്കാവാ. ബിൻസി പേടിക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. ഞാൻ സാധാരണ ഫണ്ണി ടാസ്ക് പബ്ലിക് ചലഞ്ചാണ് കൊടുക്കാറ്. ഒരു ചോദ്യം, ആരുത്തരം പറയുന്നത് അവർക്ക് 500 rupees. ഉത്തരം ഒരു വട്ടേ പറയാൻ പറ്റത്തുള്ളൂ, ചുമ്മാ പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളെ പൂച്ച ഉണ്ടല്ലോ, പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? പൂച്ചക്കണ്ണാണ്. ഒന്ന് ഗസ്റ്റ് അടിക്ക് ബിൻസി. മ്യാൻമാർ രാജ്യല്ലേ? രാജ്യം. മ്യാൻമാർ രാജ്യം തന്നെ. സിംഗപ്പൂർ ആണോ? ഓക്കെ, സിംഗപ്പൂർ. ഇവിടെ എന്താ പറയുക? ഏതെങ്കിലും രാജ്യം ഗസ്റ്റ് അടിക്കും, ചിലപ്പോ കിട്ടിയാ കിട്ടി. കാനഡ. അപ്പം ഉത്തരം രണ്ടും തെറ്റാണ്. നമ്മുടെ ചാനലൊന്ന് ഫോളോ ആക്കി സപ്പോർട്ട് ചെയ്യുക. കണ്ണ് പൂച്ച കണ്ണാവല്ലേ? ഓക്കെ, താങ്ക് യു. ഇല്ലില്ല, കൈ കാണത്തില്ല. ആലപ്പുഴ പേരൊന്നും ഇല്ല. അജ്മല. എവിടെയാ സ്ഥലം? എവിടെയാ? ST കോളേജിനടുത്ത്. ഓക്കെ, ചെറിയൊരു ജിക്കാണ്. ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ മേടിച്ചു തരാം. ഓക്കെ, നമ്മുടെ പൂച്ച ഉണ്ടല്ലോ, പൂച്ചേനെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? ചുമ്മാ വലിച്ചുവാരി ഒരുപാട് പറയാൻ പാടില്ല, ഏതെങ്കിലും ഒന്നേ പറയുള്ളൂടാ. നീ അമ്മടുത്ത് നോക്കണം, അമ്മ നടത്തുന്നില്ല. അത് പറ്റത്തില്ല, അത് അമ്മയുടെ ഓടിയതാ. നീ പറ, നിന്നെ പിടിച്ചത് എന്തിനാണ്? നീ അമ്മയുടെ ചോദിക്കുക എന്തിനാ? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, ജെമിനോട് ചോദിച്ചാൽ കിട്ടും. ജെമിനോടാ? അങ്ങനെ എനിക്ക് ചോദിച്ചിട്ട് എനിക്ക് എന്നാ പറഞ്ഞ പോരാ. ഇവിടെ ഏതെങ്കിലും രാജ്യത്തെ ഒരു ഗസ്റ്റ് അടിക്കടാ. അമ്മ തിന്നുന്നതിന്റെ പരാക്രമത്തിൽ നോക്കിയ. അജ്മൽ, യു ക്യാൻ ഡു ഇറ്റ്. കമോൺ മാൻ, എന്നെ കൊണ്ട് സാധിക്കും അല്ലേ? ഇവിടെ കണ്ടറിയ ഇവനിച്ച് വിദ്യാഭ്യാസവും വിവരമുള്ള പയ്യനാണെന്ന്. ഇവിടെ ഇങ്ങോട്ട് നോക്കടാ. നാണോണ്ടാ? താമര തിന്നു അവര് നോക്കുന്നില്ല. ഉത്തരം കിട്ടിയ എന്റെ മോനെ പൊളിച്ച് തെറ്റാണ്. തെറ്റാ. ഓടാ, അവിടെ ചോദിക്കാം. എനിക്കൊന്ന് മഴക്കാലം കൊണ്ട് റോഡിലൊന്നും ആളുകൾ വളരെ കുറവാണ്. ആരെയും കാണാനില്ല റോഡിലൊന്നും ഭയങ്കര ശാന്തതയാണ്. ആരും ഇല്ല റോഡില്. നേരം റോഡിൽ ഒരു മനുഷ്യരെയും കിട്ടുന്നില്ല. ഇപ്പൊ 2 പെൺകുട്ടികൾ കടന്നു വന്നിരിക്കുകയാണ്. മോളടി എന്തിനാ പഠിക്കുന്ന? കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. എവിടെയാ? ഓക്കെ, ജസ്റ്റ് ഒരു ജിക്കാണ്. എൻ്റെ ചാനൽ ഒരു ആലപ്പിക് ഓഡിയൻസ് ആണ്. ചെറിയ പബ്ലിക് ടാസ്ക് ചലഞ്ചസ് എല്ലാം കൊടുക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ജിക്ക് ചോദിക്കുക, ഉത്തരം പറയുകയാണെങ്കിൽ 500 rupees. ഓക്കെ, നമ്മളെ പൂച്ച ഉണ്ടല്ലോ, പൂച്ചകളെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? മ്യാൻമാർ. ചിരിക്കാതെ കാര്യം അവള് പറഞ്ഞത് തന്നെയാണ്. അല്ല, വേറെ മാറ്റമൊന്നുമില്ല. ജപ്പാനോ? അല്ല. ഇനി വല്ല രാജ്യമുണ്ടോ? തെറ്റിപ്പോയി. ഓക്കെ, ഉമ്മ കച്ചവടം ഉണ്ട്? കുഴപ്പമില്ല. ഇവിടെ ചായ പരിപാടി ഉണ്ടോ?
ഇല്ല. ചായ പരിപാടി ഇല്ല. ഓക്കെ, വിളിച്ചു. അമ്മ വേറെ ഒന്നുമില്ല, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 500 രൂപ തരും. ഞാൻ ചെറിയൊരു വ്ളോഗറാ. എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. രാവിലത്തെ ഇപ്പോഴാണ് കഴിക്കുന്നത്. മണി 2 കഴിഞ്ഞു. ചോദ്യം വളരെ സിമ്പിളാ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഉണ്ടല്ലോ, പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ്? പൂച്ചയെ ആരാധിക്കുന്ന രാജ്യം ഏതാടി? ആരാണ്? ആരാണ്? മോള്. അത് പറ്റത്തില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും. ഡയറക്റ്റാ വേണ്ടത്. മോളെ ഓൺലൈൻ വഴി ലൈഫ് ലൈൻ കട്ടാക്കി. എന്താ പറയും? പൂച്ചയെ വളർത്തുന്ന സ്ഥലം, വളർത്തുന്നില്ല, ആരാധിക്കുന്ന രാജ്യം. അത് അവിടെ പറയണത് ഇതൊക്കെ പറയാനത്തുള്ളൂ. ഗൾഫിലാണ്. എവിടെയാ? ഗൾഫില്. അവളാണ് ഉത്തരം പറഞ്ഞത്. ചൈനയിലായിരിക്കും. ചൈന. കഴിച്ചോളൂ, ഞാൻ ഡിസ്റ്റർബ് ആവുന്നു. ഓക്കെ, ഞാൻ കഴിച്ചു. ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കണം. അതെല്ലാം ഇക്ക കഴിച്ചു. രാവിലത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത് അല്ലെ? രാവിലത്തെ ഭക്ഷണം മണി 2:15 ഇപ്പോഴാണ് കഴിക്കുന്നത് അല്ലേ? ഉച്ചക്ക് പലഹാരം കഴിക്കുന്നത്. അത് കുഴപ്പമില്ല. നമ്മുടെ YMC ഇറക്കത്തിലാണ്. ഈ ഉമ്മാനെയും ഈ ബാപ്പാനെയും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കുറെ പച്ചക്കറിയും വെജിറ്റബിൾസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഭക്ഷ്യം അല്ലെ, സർബത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഉമ്മാനെയും ബാപ്പാനെയും കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറുന്ന് വാങ്ങിച്ച് എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം അല്ലെ? ഓക്കെ. നോക്കി, നമ്മുടെ പേരെന്താ? എന്റെ പേര് റസിയ. റസിയ എവിടെയാ? സ്ഥലം എവിടെയാ? എന്റെ ഇവിടെ മാമൂട്. ഇക്കടെ പേര് കാസിം. മാമൂട് തന്നെ. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ചാനലൊന്ന് ഫോളോ ആക്കട്ടെ കേട്ടോ. നമ്മുടെ ഇക്ക കഴിച്ചോ? ഇക്കടെ ഈ നല്ലൊരു മനസ്സിന് ഒരുപാട് നന്ദി. ഏതായാലും വിളിച്ചല്ലോ, അതാണ് അതുപോലെ കേട്ടാ. ഇക്ക കഴിക്കും. വീഡിയോ എടുക്കാൻ വേണ്ടി ആ ഉമ്മ മോളോട് മസ്കറ്റിലാണ് സംസാരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഫോൺ മാറ്റി. ഫോട്ടോ നോക്കി. ഓക്കെ, കച്ചവടമുണ്ട്. ഞാൻ ഒരു വീഡിയോ വരുവാണേ. ഇക്കടെ പെർമിഷനോട് ചെറിയൊരു വീഡിയോ എടുക്കുക. ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ 500 rupees തരും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർന്ന പൂച്ച ഉണ്ടല്ലോ, പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. പൂച്ചനെ ആരാധിക്കുന്ന രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപ. അറിയില്ല. കച്ചവടം ഉണ്ട്. മടുപ്പാ, മഴയുടെ ഒരു മടുപ്പുണ്ടല്ലോ. പേരെന്തൊക്കെയാടാ? സക്കീർ. എവിടെയാ സ്ഥലം? ചുങ്കത്താണല്ലേ? ഇഷ്ടമുള്ള കച്ചവടം കയറട്ടെ. മഴയെല്ലാം മാറി, എല്ലാരും പ്രയാസത്തിലാണ് അല്ലെ? എല്ലാം മാറട്ടെ കേട്ടാ. ഓക്കെ. ആലപ്പുഴ പരിചയമുണ്ടോ? പേരെങ്ങനെ? എന്താ ഉണ്ടാകുന്നത്? ചേരുണ്ട്. ഒരു മിനിറ്റ്, ഒരു ചോദ്യം ചോദിക്കാം. ഉത്തരം അല്ലല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉത്തരം പറഞ്ഞ 500 തരാം. എവിടെയാ? മണ്ണഞ്ചേരി. പേരെങ്ങനെ? സാബിറ. സൈഫുന്നിസ. ഓക്കെ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ പൂച്ച ഉണ്ടല്ലോ, പൂച്ചയെ ആരാധിക്കുന്ന രാജ്യമുണ്ട്. ഏതാണ് രാജ്യം? അല്ലല്ല, ഒറിജിനൽ ക്വസ്റ്റ്യനാ. എന്റെ ഫോളോവറാണ്. എന്റെ കുറെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്ത് വല്ല എവിടെയെങ്കിലും വെച്ച് പഠിച്ചതോ അല്ലേ? എനിക്ക് കണ്ടു പരിചയം. ഞാൻ ഇങ്ങനെ ഓർത്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതാണ് ഒരുപാട് പിള്ളേര് ഇതെല്ലാം വട്ടം കറക്കുന്നുണ്ട്. അറിയാലേ? ഏതായിരിക്കും രാജ്യം? ഓക്കെ, ഫ്രാൻസാ ജർമ്മനിയാ? ഇവിടെയാ? അറിയത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോളോവറാണ്. ഫോളോവർക്ക് 200 rupees തരാതെ ഇടുന്ന മോശമല്ല. ഓക്കെ. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വെച്ചല്ലേ? എന്നിട്ട് കണ്ടിട്ടും ഉണ്ടായിരുന്നത് ജസ്റ്റ് കാണുക അല്ലെ? ഏതായാലും എന്റെ ഫോളോവറാണ്ട്, നമ്മുടെ ഫോളോവറാണ്. അതുകൊണ്ട് ഒരു 100 rupees എങ്കിലും കൊടുത്തില്ലെങ്കിൽ അല്ല, കുഴപ്പമില്ല. എനിക്ക് വിശ്വാസമാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെ എടുത്ത് നോക്കി അതൊന്നുമില്ല അല്ല. എന്നെ പറഞ്ഞ അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ എനിക്ക് മനസ്സിലായി. ഞാൻ കേട്ടു ആലപ്പി കൊതിയെന്ന് പുള്ളിക്കാരോട് പറയാൻ ഞാൻ കേട്ടായിരുന്നു. അപ്പം തൽക്കാലത്തൊക്കെ ഒരു 100 rupees കേട്ടോ. ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഒന്നുകിൽ വണ്ടിയുടെ ലാസ്റ്റൊക്കെ 3 നമ്പർ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഫോണിന്റെ ലാസ്റ്റ് 3 നമ്പർ ഇതായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അവിടെ ഫോളോവർ ഒന്നും അല്ല, കൊതിയ. ഇനിയിപ്പോ രണ്ടുകൂടെ ഷെയർ ചെയ്യും ഇൻസ്റ്റാഗ്രാം വേണ്ടി. ഇൻസ്റ്റയുടെ പേരെന്തുവാ? അപ്പൊ ഒന്ന് എനിക്ക് ഹായ് അയച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം പുള്ളിക്കാരി കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ആളുകൾ ഇവിടെ ചോദിച്ചു നോക്കാം. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ.
ഞാൻ ആലപ്പി കൊതിയൻ പറഞ്ഞ ചാനൽ വരുവാണ്. അതൊട്ട് കയറാവാ. കേരളം കുഴപ്പമുണ്ടോ? ഡോക്ടറാണോ? ആ അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും അതുകൊണ്ട് നമുക്കറിയാം വെള്ളിയിൽ നിന്ന് ഭയങ്കര വെയില്. ഓക്കെ മോളെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ്. ജി കെ കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും കൂടുതലും ജി കെ, ഫണ്ണി, അങ്ങനെയുള്ള പബ്ലിക് ടാസ്ക് ചലഞ്ച്, ഈറ്റിംഗ് ചലഞ്ച് എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മാറ്റി ചിന്തിച്ച് ചെറിയൊരു ജി കെ. നമ്മൾ പൂച്ച ഉണ്ടല്ലോ, പൂച്ച കരയുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ കരഞ്ഞേ. പൂച്ച കരയുന്നത് ഞാൻ പഠിപ്പിക്കാവുന്നതല്ല. പൂച്ചയെ ആരാധിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? അവളുടെ പേരെന്താണ്? അഫ്ന. എവിടെ സ്ഥലം? എവിടെ? എറണാകുളത്താണോ? ഇവിടെ സ്റ്റേ ചെയ്യൂ? എറണാകുളത്തോടെയാണ്. ആ കാണ്ടുപറ്റം, തലകരപ്പറമ്പ്. ആ എന്റെ വൈഫിന്റെ അടുത്ത് ഇവിടെ തലകരപ്പറമ്പ്. ആ പൂച്ചയെ ആരാധിക്കുന്ന രാജ്യം പറ. ആ വെയിറ്റ്. ഓക്കെ, എന്തെങ്കിലും ഗസ്റ്റ് അടിക്കുക ചേച്ചി? പൂച്ച അറിയത്തില്ലേ? അറിയത്തില്ല. ഒന്നും ഗസ്റ്റ് അടിക്കി. അറിയത്തില്ല. പേരാണ്? നീരജ. മീരജ. നീരജ. നീരജ. ആലപ്പുഴ സ്ഥലം. ചേച്ചി? കിൻസി. കിൻസി പേര് കിൻസി, ആലപ്പുഴ തന്നെ സ്ഥലം. കിൻസി ഒരു വെറൈറ്റി പേരാണ്. ബിൻസി അല്ലോ. അല്ല കിൻസി. സ്പെല്ലിംഗ് പറയാമോ? KINCY. അടിപൊളി പേരാ കിൻസി. ഞാൻ അതെടുക്കുവോ? ഒരു വെറൈറ്റി പേരാ. ആരാ സെലക്ട് ചെയ്ത് ഈ പേര്? അപ്പച്ചി. അപ്പച്ചി. അപ്പച്ചി ഏതായാലും പുലിയാ. കാരണം കിൻസി എന്നുള്ള പേര് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ലൈഫിൽ അതൊരു വായിക്കുന്ന കിൻസി. ബിൻസി, ജിൻസി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കിൻസി ഒരു വെറൈറ്റി പേരാട്ടോ, അടിപൊളി പേരാ. പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനിയിപ്പം ഇവരെ രണ്ടുപേരെ മറന്നുപോയാൽ പോലും ഞാൻ ചേച്ചി ഓർക്കും. കാരണം എന്താണ്, ആ പേരിന്റെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ആക്കി ഇടുക. അപ്പൊ നേരത്തെ ഫോളോവറെ കണ്ടപ്പോഴാണ് ഞാൻ 100 rupees കൊടുത്തത്. ഫോളോവർ ആണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്, വേറെ പരിപാടി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.